എന്തായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം? ഒന്നും പറയണ്ട ചേട്ടാ. ഒരു സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു കൊണ്ടുവന്ന പറയും വേറൊന്ന് വേണം, അത് വേണമെന്ന് പറഞ്ഞാൽ വേറൊന്ന് വേണം. നടന്നങ്ങോട്ട് വലഞ്ഞു ഞാൻ. അവസാനം അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുകൊടുത്ത് നോക്കിയപ്പോൾ വേറൊരു കുരിശ്. അതെന്താ കുരിശ്? മാപ്പാപേക്ഷയിൽ ഞാൻ മാത്രം ഒപ്പിട്ടാ പോരാ, ഭാര്യയും ഭർത്താവും ഒപ്പിടണം. ഒപ്പിടണം? ഭാര്യയും ഭർത്താവും ഒപ്പിടണം? അതെല്ലേ? അല്ല, ഭാര്യയും ഭർത്താവും ഒപ്പിടണം? അതിപ്പോ ആരെങ്കിലും ഒരാൾ ഒപ്പിട്ടാ പോരെ? അതന്നെയാണ് ഞാനും വിചാരിച്ച്. പക്ഷെ അവര് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ കൊച്ചിന്റെ പേര് മാറ്റിയത് എന്റെ ഭാര്യ അറിഞ്ഞില്ല പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്താലേ അത് പ്രശ്നമാവത്ര. അതിനെന്താ, നിങ്ങൾക്ക് രണ്ടാളും കൂടെ ഒപ്പിട്ട് കൊടുത്താ പോരെ? അവള് വരില്ല. അതെന്താ തെറ്റാ? ദുബായിലാണേ. തെറ്റി ദുബായി പോയോ? തെറ്റിട്ടല്ല, അവൾക്ക് പണി ദുബായിലാണ്. നിങ്ങളുടെ ഭാര്യ ദുബായിലാ? അതെ. ഇപ്പൊ കുട്ടി സ്കൂളിൽ ചേർത്താറായപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ അവൾ ഒപ്പിടും വേണം. ഇനിയിപ്പോ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുക? സർട്ടിഫിക്കറ്റ് കിട്ടിയോ? പിന്നെ അതെങ്ങനെ? അത് നമ്മുടെ ശീതളല്ലേ പിയൂണ്, മൂപ്പരെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൂപ്പര് ഇന്നമാരൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് ചെയ്തു, സർട്ടിഫിക്കറ്റാ കിട്ടി. കൈക്കൂലി എടുത്തു? പിന്നെ പഞ്ചായത്ത് ഓഫീസല്ലേ, കൈക്കൂലി കൊടുക്കേണ്ട കാര്യം നടക്കുമോ? പറഞ്ഞ കാശാണ്ട് കൊടുത്തപ്പോ പിന്നെ ഒപ്പിടണ്ടും വന്നില്ല, ഭാര്യയും വേണ്ട, ഒന്നും വേണ്ട. അല്ല, നിങ്ങളുടെ സമ്മതപത്രം കിട്ടിയോ? സമ്മതപത്രം കിട്ടിയിട്ടില്ല, അത് വാങ്ങണം. അതിനിപ്പോ ശ്യാമളെ കാണണം. ശ്യാമള? എനിക്ക് വീട് തന്നത് ഒരു ശ്യാമളയാണ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ശ്യാമള ഇപ്പൊ ഇവിടുന്ന് താമസമൊക്കെ മാറ്റിയിട്ട് തൃശ്ശൂർ പോയി. തൃശ്ശൂരാണ്? അപ്പൊ അവര് ബാങ്കിലാണേ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ സ്ത്രീയെ കാണാൻ വേണ്ടിട്ട് തൃശ്ശൂർ പോയി. അപ്പൊ എന്താ അവര് അവിടുന്ന് സ്ഥലം മാറിയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കണു. കഷ്ടകാലം. എന്നിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്നാ നിങ്ങളെ പോലെ കൈക്കൂലി കൊടുക്കാതെ ഇത് നേരായ വഴിക്ക് നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. നടക്കും. നടക്കും. തൃശ്ശൂർക്ക് നടക്കും, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കും. അല്ലാതെ ഇത് നടക്കില്ല. എന്നാലും മാഡം ഒരു ബാങ്ക് ജീവനക്കാരിയല്ലേ? ഈ നിയമത്തിന്റെ വശങ്ങളൊക്കെ മാഡത്തിന് അറിയാവുന്നതല്ലേ? ആ സ്ഥലം എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥാവകാശം കൂടി എൻ്റെ പേരിലേക്ക് ആക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ അലയേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്റെ സത്യശീല, സത്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ. അല്ല, മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് ഇത് ഓർക്കണേ. സത്യശീലൻ അത് ചെയ്തു തരണമെങ്കിൽ ആദ്യം അത് എന്റെ പേരിലോട്ട് ആക്കണ്ടേ ഉടമസ്ഥാവകാശം? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ടില്ലേ? ഇല്ല. അതെന്താണ് ആക്കാതിരുന്നത്? അതെന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇങ്ങനെ ലോണിന്റെ ആവശ്യമൊന്നും വന്നില്ല, അതുകൊണ്ട് അതിന്റെ പുറകെ പോയൂല, അതൊട്ട് ശ്രദ്ധിച്ചില്ല. അതാണ് സത്യം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും മാഡം? എന്താ ചേട്ടന്റെ പേര്? സുകുമാരക്കുറുപ്പ്. അത് തന്നെ, സുകുമാരക്കുറുപ്പ്. ആ സുകുമാരക്കുറുപ്പിന്റെ പേരിലാണ് ഇപ്പൊ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അയാളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, അയാളുള്ള സ്ഥലം എനിക്കറിയാം. അയാൾ അന്ന് എന്നോട് പറഞ്ഞത് കാശിക്ക് പോവാന്നാ പറഞ്ഞേ. ഞാൻ ഇനി കാശിക്ക് പോണോ? സത്യശീല, ആവശ്യം നമ്മുടെ അല്ലേ സത്യശീല? എന്താണ് മാഡം ഈ പറയുന്നത്? ഇനി ആ കാശി പോയാൽ തന്നെ ഞാൻ ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബുദ്ധിമുട്ടില്ല, അയാൾ ആ അമ്പലനടയിൽ തന്നെ ഉണ്ടാവും. വേണ്ട, അതൊന്നും വേണ്ട. മാഡത്തിന്റെ കയ്യിൽ നിന്ന് ആരാ സ്ഥലം വാങ്ങിയത്? ഞാനല്ലേ? അതെ. മാഡം എനിക്കല്ലേ സ്ഥലം തന്നത്? അതെ. അപ്പൊ അതുകൊണ്ട് മാഡം എഴുതി ഒപ്പിട്ട് തന്നാണ് സത്യശീല. അത് ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. അതൊക്കെ പിന്നെ പ്രശ്നമാണ്. ഞാൻ ഒപ്പിട്ടാ മാത്രം പോരാ സത്യശീല. ഞാൻ ഒപ്പിട്ടാ മതിയോ? മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജയിച്ചു. അപ്പൊ മാഡം ജനുവരി 8-ാം തീയതി മോളുടെ കല്യാണം. ജനുവരി 8-ാം തീയതി അല്ലേ? ജനുവരി 8-ാം ഉറപ്പായിട്ടും വരും. പിന്നെ അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയുകയും ചെയ്യാം. എന്ത് മാറ്റം ഉണ്ടാവാൻ? കല്യാണം അല്ലേ? അല്ല, ഈ ലോണിന്റെ കാര്യം, ലോൺ കിട്ടിയിട്ട് വേണമല്ലോ കല്യാണം നടത്താൻ. സത്യശീല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഓഫീസിലുള്ളവർക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ മതി, അവരത് നല്ല സ്മൂത്ത് ആയിട്ട് നടത്തി തരും. കൈക്കൂലി കൊടുക്കാനോ? ഞാനോ 5 പൈസ ഞാൻ കൈക്കൂലി കൊടുക്കില്ല. ഇത് നേരാൻ വണ്ണം നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. നടക്കും. എന്നാ പിന്നെ ആയിക്കോട്ടെ. നടക്കും നടത്തിക്കും.